ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെല്ലാവരും ഫീൽഡിൽ പോയി വർക്ക് ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ നിങ്ങൾക്ക് കിട്ടിയ ആളുകളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അഭിപ്രായങ്ങൾ എന്താണ്? ഈ ലോക്കൽ സെർച്ച് എഞ്ചിനെ കുറിച്ച് അവരെന്താ സംസാരിക്കുന്നത്? അവർക്ക് അതിനെപ്പറ്റി എന്താ ജ്ഞാനമുള്ളത് എന്ന് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളാരും തന്നെ പോകാനോ സംസാരിക്കാനോ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്കൊരു മടിയാണ്. ഇത് വിജയിക്കുമോ? ഇതുകൊണ്ട് നമ്മൾ എന്ത് നേടാൻ കഴിയും? ഇത് വെച്ച് എന്തെന്നെ സമ്പാദിക്കാൻ കഴിയും എന്നുള്ള ഒരു തോന്നലിലാണ് നിങ്ങളെല്ലാം ഇരിക്കുന്നത്. പക്ഷേ അതല്ല കാര്യം. ഒരു ലോക്കൽ സെർച്ച് എഞ്ചിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഗൂഗിൾ സെർച്ച് വന്ന് വേൾഡ് ലെവലിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ലോക്കൽ സെർച്ച് എഞ്ചിനാണ്. അതിനാണ് കൂടുതൽ ഇന്ന് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ലോക്കൽ സെർച്ച് എന്നുള്ളത് ലോക്കൽ SEO എന്നിവയെല്ലാമാണ് നമ്മൾ സംസാരിക്കാനുള്ളത്. പക്ഷേ ഇതെല്ലാം തന്നെ പറയണമെങ്കിൽ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്കിതെല്ലാം പറഞ്ഞു തരാനോ നിങ്ങളെ കൂടെ നിന്ന് വിജയിപ്പിക്കാനും കഴിയും. ഒരു റെസ്പോൺസും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. നിങ്ങൾ പോയി കണ്ടാൽ മാത്രമേ ഇതിനുള്ള റെസ്പോൺസ് കിട്ടുള്ളൂ. പാല് വാങ്ങാം, പക്ഷേ പാല് വന്ന് ഒന്നോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിലിരിക്കും. അല്ല, അതിനെടുത്ത് ഒന്ന് ചൂടാക്കി അത് നല്ലൊരു കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ നമ്മളത് അനുഭവിക്കും. സോ നിങ്ങൾ തീരുമാനിക്കണം, നമ്മുടെ പാല് വാങ്ങണോ അല്ല പാല് വാങ്ങിയത് ഫ്രിഡ്ജിൽ വെക്കണോ അല്ല പാല് അടുപ്പത്ത് വെക്കണോ എന്ന്. അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ഒന്നോ ബിസിനസ്സിൽ നിൽക്കണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം. ഇത് രണ്ടിലും ഇല്ലാതെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ജീവിതം പരാജയമാകും. എനിക്ക് നിങ്ങളുടെ ജീവിതം പരാജയമാക്കാൻ വിജയിപ്പിക്കാനാണ് ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത്. ആരോടും പൈസ ആവശ്യപ്പെടുകയും ചെയ്യുന്നിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും വലിയൊരു സ്വപ്നത്തിന് ചെറിയ രീതിയിൽ നമുക്ക് എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും എൻ്റെ കോണ്ടാക്ട്സ് കൊണ്ടും അത് എനിക്ക് വിജയിപ്പിച്ച് തരാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. അതും ഈ ഒരു സംഭവം, വളരെ ചെറിയൊരു സംഭവം, നമുക്കെല്ലാവർക്കും ആവശ്യമായ ഒരു ലോക്കൽ സെർച്ച് എഞ്ചിൻ നമുക്ക് ഡയറക്ടറി വേണം. ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ, അത് താലൂക്ക് അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള പല സ്ഥാപനങ്ങൾക്കും ലോകമെമ്പാടെ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ജില്ലാടിസ്ഥാനത്തിൽ ഒരു ലോക്കൽ സെർച്ച് എഞ്ചിൻ എന്നുള്ള രീതിയിലാണ് നമ്മളിത് രൂപീകരിക്കുന്നത്. നിങ്ങൾ ആദ്യം ഇറങ്ങിത്തിരിച്ച്, നിങ്ങൾക്ക് പണം ഇല്ലെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് പൈസ ശരിയാക്കി തരും. പൈസ ശരിയാക്കി തന്നിട്ട് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സെർച്ച് എഞ്ചിൻ ഞാൻ ഉണ്ടാക്കി തരാൻ പോലും എനിക്ക് സാധ്യമാണ്. പക്ഷേ നിങ്ങൾ ആദ്യം അവിടെ പോയി ലോക്കലിൽ പരസ്യം പിടിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ പരസ്യം പിടിക്കാൻ കഴിയും? അല്ല, നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു, പോയി കണ്ട് സംസാരിച്ച്, നാളെ നിങ്ങൾ സംസാരിച്ചതിൻ്റെ ഓരോ ആൾക്കാരും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഈ പ്രോജക്റ്റിൽ മുന്നോട്ട് പോവാം, വിജയിപ്പിക്കാം. മടിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം, എനിക്കൊരു നഷ്ടവുമില്ല, ഇനി എനിക്കൊന്നും നേടാനുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഈ ഒരു അഭിപ്രായം കേട്ട്, നിങ്ങൾ ചെറുപ്പക്കാരാണ്, തീർച്ചയായും മുന്നേറണമെന്നുള്ള ആഗ്രഹത്തോട് മാത്രമാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. എല്ലാവിധ പിന്തുണയും എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവും, എൻ്റെ ടീമിൻ്റെ ഭാഗത്തുണ്ടാവും. ടീം എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും കാശ് കൊടുത്തല്ല പറയുന്നത്. എൻ്റെ കണക്ഷൻസിൽ ഒരുപാട് പേര് എനിക്കുണ്ട്. ഏത് രീതിയിലുള്ള ആൾക്കാരും എനിക്ക് കണക്ഷനിലുണ്ട്. അവരുടെ എല്ലാ സഹായവും ഇതിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ഒരു വൻ വിജയം കരസ്ഥമാക്കാൻ ചെറിയൊരു പദ്ധതിയിലൂടെ വലിയൊരു പദ്ധതിയെ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത്. ദയവ് ചെയ്യും ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾ ഈ പദ്ധതിയിൽ വൻ വിജയമാക്കാൻ നിങ്ങളുടെ ശ്രമം ആവശ്യമാണ്.